നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസ്. നമ്മൾ നേരത്തെ പഠിച്ച ഹാസിൻ്റെ നെഗറ്റീവ് രൂപമാണ്. ഇതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. The situation has no clear resolution. ഹാസ് ഉപയോഗിക്കേണ്ടത് സിംഗുലറിനോടൊപ്പമാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. The situation has no. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനില്ല. The boy has no പറഞ്ഞാൽ കുട്ടിക്കില്ല എന്നപോലെ the situation has no, സാഹചര്യത്തിനില്ല ക്ലിയർ വ്യക്തമായിട്ടുള്ള റെസൊല്യൂഷൻ, തീരുമാനമില്ല. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം, പ്രതിജ്ഞ, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദ സ്റ്റോർ ഹാസ് നോ, സ്റ്റോറിനില്ല. പാർക്കിംഗ് സ്പേസ്, പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. ദ കോൺവെർസേഷൻ ഹാസ് നോ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തിനാണ് പറയാം. അപ്പോൾ സംഭാഷണത്തിനില്ല പർപ്പസും, പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, ലക്ഷ്യം എന്നൊക്കെ അർത്ഥം. ദ മെനു ഹാസ് നോ, മെനുവിനില്ല. പ്രൈസസ് ഇല്ല, ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മെനു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന മെനു ഉണ്ടാവുമല്ലോ, അതിൽ പ്രൈസ് കൊടുത്തിട്ടില്ല, വില കൊടുത്തിട്ടില്ല. ദ ഡിസിഷൻ ഹാസ് നോ, തീരുമാനത്തിനില്ല കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ അതില്ല. ദ ബുക്ക് ഹാസ് നോ, പുസ്തകത്തിനില്ല ഓതർ. എഴുതുന്ന ആൾക്കാണ് ഓതർ എന്ന് പറയാം, രചയിതാവ്. അപ്പോൾ ഈ പുസ്തകത്തിന് ഒരു പ്രത്യേക രചയിതാവൊന്നുമില്ല, എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. ദ ലേക്ക് ഹാസ് നോ, തടാകത്തിനില്ല ഫിഷ്, മത്സ്യങ്ങളില്ല. ഇനി ദ സ്റ്റോർ ഹാസ് നോ റെസ്റ്റ് റൂംസ്, സ്റ്റോറിന് റെസ്റ്റ് റൂമുകളില്ല. അതുപോലെ ദ റെസിപ്പി ഹാസ് നോ, റെസിപ്പിക്കില്ല മെഷർമെൻറ്റ്സ്, അളവുകളില്ല. ദ ബിൽഡിംഗ് ഹാസ് നോ, ബിൽഡിങ്ങിനില്ല എലവേറ്റർ ഇല്ല. എലവേറ്റർ എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ പൊക്കി കൊണ്ടുവരുന്ന മെഷീനാണ് പറയുക. ബിൽഡിങ്ങൊക്കെ നിർമ്മിക്കുന്ന സമയത്തൊക്കെ ആവശ്യം വരുന്ന എലവേറ്റർ. ദ പാർട്ടി ഹാസ് നോ, പാർട്ടിക്കില്ല തീമില്ല, ആശയമില്ല. ദ ടാസ്ക് ഹാസ് നോ, ടാസ്ക് എന്നൊരു പണി ചെയ്യാൻ ഏൽപ്പിച്ച പണി, അതിനാണ് വർക്ക്. അതിനില്ല ഡെഡ് ലൈൻ ഇല്ല. ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പണി തീർത്ത് കൊടുക്കേണ്ട ടൈമിനാണ് ഡെഡ് ലൈൻ എന്ന് പറയാം. ഇത്രാം തീയതി ഇത് ചെയ്ത് തീർക്കണം എന്നൊക്കെ പറയും, അതിനാണ് ഡെഡ് ലൈൻ, ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറയും. ദ ഫോൺ ഹാസ് നോ, ഫോണിനില്ല സിഗ്നൽ ഇല്ല. ഇനി ദ റോഡ് ഹാസ് നോ സൈൻസ്, റോഡിന് അടയാളങ്ങളില്ല. അതുപോലെ ദ ഗാർഡൻ ഹാസ് നോ പെസ്റ്റ്സ്, ഗാർഡനിന് പെസ്റ്റ്സ് ഇല്ല. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജന്തുക്കൾ, മൃഗങ്ങൾ, അങ്ങനത്തെ വസ്തുക്കൾക്കൊക്കെ പെസ്റ്റ് എന്ന് പറയും. പെറ്റല്ല, പെസ്റ്റ്. അതുപോലെ ദ ഗെയിം ഹാസ് നോ ഇൻസ്ട്രക്ഷൻസ്, ഗെയിമിന് നിർദ്ദേശങ്ങളില്ല. ഒരു ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ കളിക്കണം എന്നൊക്കെ അല്ലേ, അങ്ങനത്തെ നിർദ്ദേശങ്ങളില്ല ഈ ഗെയിമിന് എന്നാണ് പറയുന്നത്. അതുപോലെ ദ മൂവി ഹാസ് നോ സൗണ്ട്, മൂവിക്ക് സൗണ്ട് ഇല്ല. ദ മെഷീൻ ഹാസ് നോ, മെഷീനിനില്ല ഇൻസ്ട്രക്ഷൻസ് മാനുവൽ ഉണ്ടാവും, ഒരാൾക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന മാനുവൽ, അതില്ല. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർദ്ദേശം എന്നാണ് അർത്ഥം. ഇനി ദ സിറ്റി ഹാസ് നോ പൊല്യൂഷൻ, സിറ്റിക്ക് മലിനീകരണമില്ല, മലിനീകരണം. ദ പ്രോജക്റ്റ് ഹാസ് നോ ലീഡർ, പ്രോജക്റ്റിന് ലീഡറില്ല. ദ ബുക്ക് ഹാസ് നോ ടേബിൾ ഓഫ് കണ്ടൻസ്, പുസ്തകത്തിന് ടേബിൾ ഓഫ് കണ്ടൻസ് ഇല്ല. ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഉള്ളടക്കം എന്തൊക്കെയുണ്ട് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാവും, അതിനാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറയാം. ശരിക്കും ഇത് കോണ്ടൻറ്റ് എന്നൊക്കെയാണ് വായിക്കുക. ദ സ്റ്റോർ ഹാസ് നോ സെയിൽസ് പീപ്പിൾ, സ്റ്റോറിൽ സെയിൽസ് പീപ്പിൾ ഇല്ല. ഇനി ദ ഹൗസ് ഹാസ് നോ ഫേർണിച്ചർ, വീടിന് ഫർണിച്ചർ ഇല്ല. ദ ഈവൻറ്റ് ഹാസ് നോ ഷെഡ്യൂൾ, പരിപാടിക്ക് ഷെഡ്യൂൾ ഇല്ല. ദ കാർ ഹാസ് നോ നമ്പർ പ്ലേറ്റ്സ്, കാറിന് നമ്പർ പ്ലേറ്റ്സ് ഇല്ല. ദ ടീം ഹാസ് നോ കോച്ച്, ടീമിന് കോച്ച് ഇല്ല. ദ റെസ്റ്റോറൻറ്റ് ഹാസ് നോ കസ്റ്റമേഴ്സ്, റെസ്റ്റോറൻറ്റിന് കസ്റ്റമേഴ്സ് ഇല്ല. ദ കമ്പനി ഹാസ് നോ റവന്യൂ, കമ്പനിക്ക് റവന്യൂ ഇല്ല, വരുമാനമില്ല. ദ ഗെയിം ഹാസ് നോ പ്ലെയേഴ്സ്, കളിക്കാൻ കളിക്കാരില്ല. ദ മൂവി ഹാസ് നോ ടിക്കറ്റ്സ്, മൂവിക്ക് ടിക്കറ്റുകളില്ല.
ഇനി ദ ഗാർഡൻ ഹാസ് നോ ഫെൻസ്. ഗാർഡൻ ഇല്ല, ഫെൻസ് ഇല്ല. ഫെൻസ് പറഞ്ഞാൽ മതിൽ, വേലി എന്നൊക്കെ പറയും. നല്ല വാക്കാണ്, പഠിച്ചു വെക്കുക. ദ ക്ലാസ് ഹാസ് നോ സിലബസ്. ക്ലാസ്സിന് സിലബസ് ഇല്ല. അതുപോലെ ദ വെബ്സൈറ്റ് ഹാസ് നോ അപ്ഡേറ്റ്സ്. വെബ്സൈറ്റിന് അപ്ഡേറ്റ്സ് ഇല്ല. അതുപോലെ ദ പ്രോജക്റ്റ് ഹാസ് നോ ഒബ്ജക്റ്റീവ്സ്. പ്രോജക്റ്റിന് ലക്ഷ്യങ്ങളില്ല. ദ സ്റ്റോർ ഹാസ് നോ ഇൻവെൻ്ററി സിസ്റ്റം. സ്റ്റോറിന് ഇൻവെൻ്ററി സിസ്റ്റം ഇല്ല. സ്റ്റോർ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണ്. അവിടെ ഇൻവെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ചരക്ക് പട്ടിക എന്നൊക്കെ പറയും. ചരക്കുകളൊക്കെ വരുന്ന പട്ടികൾ ഉണ്ടാവില്ല, അത് ആ സിസ്റ്റം ഒന്നും ഇല്ല. അതിന് ഇൻവെൻ്ററി സിസ്റ്റം, ചരക്ക് പട്ടിക സിസ്റ്റം. ദ ടാസ്ക് ഹാസ് നോ. ടാസ്കിനില്ല ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളില്ല. ദ കമ്പ്യൂട്ടർ ഹാസ് നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിന് OS ഇല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള 2 ടാസ്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട് പഠിക്കാം. ഞാൻ വായിച്ചു തരാം. ദ ലൈബ്രറി ഹാസ് നോ ബുക്സ് ഓൺ ആസ്ട്രോണമി. അവർ ടീം ഹാസ് നോ ചാൻസ് ഓഫ് വിന്നിംഗ് ദി ചാമ്പ്യൻഷിപ്പ്. ഷീ ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. ദ റെസ്റ്റോറൻറ്റ് ഹാസ് നോ വെജിറ്റേറിയൻ ഓപ്ഷൻസ്. ദ കാർ ഹാസ് നോ ഫ്യൂവൽ ലെഫ്റ്റ്. ഹിസ് സ്പീച്ച് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ ദി ഓഡിയൻസ്. The house has no heating system. The company has no plans for expansion. The store has no more inventory. The garden has no flowers in bloom. The film has no subtitles. The phone has no battery life. His story has no truth to it. The fridge has no food. The project has no funding. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഹാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. താങ്ക് യു.